നമ്മുടെ ചിന്തയുടെ വാക്കാകുന്നു പ്രവൃത്തിയാകുന്നു. ചീത്ത വിളിക്കും, അല്ലെ അടി നടക്കും. ആ ചിന്തയുടെയും വാക്കിൻ്റെ ഇടയ്ക്ക് വിടവ് നമുക്കില്ല. ക്ഷമയാണ് ആ വിടവ്. ആ വിടവ് അവിടെ പ്രകാശം വന്ന് കയറുന്നു. അവിടെ വെയിലത്ത് കിടക്കുന്ന വിത്ത് കിളിക്കില്ല എന്ന് പറയാം. ആ വിവേകമുള്ള ബോധമുള്ളിടത്ത് അഹങ്കാരത്തിന് വേര് ഉണ്ടാകില്ല. കാഴ്ചയുണ്ട്, കാഴ്ചപ്പാടില്ല നമുക്കെന്ന് പറയും. അപ്പം ക്ഷമയാണ് നമ്മുടെ കാഴ്ചപ്പാട് തരുന്നത്. എന്ത് കേൾക്കുമ്പോഴും അല്പസമയം ചിന്തിക്കാനോ ചിന്തിച്ച് നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. ഒരു നിമിഷം അതിന് വേണ്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞു പ്രതീക്ഷിക്കേണ്ട ഗൗരവം തന്നെ കുറയും. ചിലപ്പോൾ ഒന്നുമില്ലായിരിക്കും. പിന്നെ പാശ്ചാത്തപിക്കുക, പ്രാരാബ്ധ മത്സരത്തിൻ്റെ ആവശ്യം ഉണ്ടാകും. പിണക്കങ്ങൾ ഒരുപക്ഷെ സാരമല്ല, എന്നാൽ അതിനെ അതിജീവിച്ച് സ്നേഹം നിറഞ്ഞു നിൽക്കണം. അടിസ്ഥാനമായി സ്നേഹം ഉണ്ടെങ്കിൽ അതിന് ക്ഷമിക്കാനും സഹിക്കാനും നമുക്ക് ശക്തി കിട്ടും. പരസ്പരം പറയുമ്പോൾ ഒരു സംഭവം ഓർക്കുകയാണ്. ഒരു മോളുടെ വിവാഹ വർഷം അടുത്തെത്തിയ സമയം. ഭർത്താവിനോട് ഏറെ സ്നേഹമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കലഹിക്കും. 4 ദിവസം മുമ്പ് ഭർത്താവിനോട് ഒരു വലിയ വഴക്ക് ഉണ്ടായിരുന്നു. ആ വഴക്കിട്ട് ഇണങ്ങാതെ തന്നെ അദ്ദേഹം പോയി. ജോലി സ്ഥലത്തിന് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം പോയി. നാളെ വിവാഹ വർഷമാണ്. അതോർത്ത് ഭാര്യയ്ക്ക് ആദ്യ പിടിക്കാനോടെ വിഷമിക്കാനോടെ. നാളെയാണല്ലോ വിവാഹ വർഷം, ഭർത്താവ് വരുമോ എന്തോ എന്ന് ചിന്തിക്കുകയാണ് ഭാര്യ. എന്തായാലും ഭാര്യ ഭർത്താവിന് വേണ്ടി പുതുവസ്ത്രങ്ങളും സമ്മാനങ്ങളും ഒക്കെ വാങ്ങി വന്നു. നേരെ രാത്രിയായി, പുറത്ത് മഴ പെയ്യുകയാണ്. അപ്പോഴതാ മൊബൈൽ ഫോൺ ബെല്ലടിക്കുന്നു. അവൾ ഓടിച്ചെന്ന് ഫോണെടുത്തു. ആ ഫോണെടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നതായിട്ടാണ്, ഇൻസ്പെക്ടർ വിളിക്കുന്നതായിട്ടാണ്. മാഡം, അനന്തി എന്നല്ലേ പേര്? അതേ സാർ. അത് കേട്ടിട്ട് ഇൻസ്പെക്ടർ തുടർന്ന് സംസാരിക്കാൻ തുടങ്ങി. ഓടിപ്പോയ ട്രെയിനകത്ത് ചാടിക്കയറാൻ ശ്രമിച്ച ആൾ താഴെ വീണ് പരുക്ക് പറ്റി. ഗുരുതരമായ പരുക്കാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സിൽ നിന്നും വീട്ടിൻ്റെ അഡ്രസ്സും ഭാര്യയുടെ പേരും ഫോൺ നമ്പറും കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. വിലാസം വായിക്കാം, ശരിയാണോ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്. സ്ത്രീ പേടിച്ച് വിറച്ചിട്ട് പ്രാന്തിയെപ്പോലായി. അപ്പോൾ ശരിയാണ് സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻസ്പെക്ടർ ക്ഷമിക്കണം, അദ്ദേഹം മരിച്ചു. മൃതശരീരം നിങ്ങളുടെ ഭർത്താവിൻ്റെ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്താൻ ഞങ്ങൾ ഉടനെ വണ്ടിയുമായി അവിടെ എത്തും. മനസ്സിനകത്ത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ മനസ്സിനകത്ത് ഭർത്താവ് പിണങ്ങിപ്പോയതല്ലേ, അത് മനസ്സിനിങ്ങനെ ഓർമ്മ വന്നു. കലയച്ചതൊക്കെ ഓർമ്മ വരികയാണ്. അതോടൊപ്പം തന്നെ ഭർത്താവുമായി സ്നേഹം പങ്കിട്ട സന്ദർഭങ്ങളും മനസ്സിലിങ്ങനെ ഓർമ്മ വരികയാണ്. ഭർത്താവുമായി കലഹിച്ചത് ഓർത്ത് നൊന്തൊന്ന് വിങ്ങി കരയാണ്. സ്ത്രീയുടെ ഭാഗത്തുനിന്ന് തെറ്റുകളെ ഓർത്തുകൊണ്ടവർ പാശ്ചാത്തപിക്കുകയാണ്. ഇങ്ങനെയൊക്കെ എനിക്ക് പറയേണ്ടി വന്നല്ലോ, ചെയ്യേണ്ടി വന്നല്ലോ, ശരാ ഞാനിങ്ങനെയുള്ളവളാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് പാശ്ചാത്തപിച്ച് കരയുകയാണ്. പുറത്ത് കരഞ്ഞ് നടന്ന് നടക്കുകയാണ്. പെട്ടെന്ന് കോളിങ് ബെല്ലടിച്ച് അവൾ ഒരുവിധം പിടഞ്ഞെണീറ്റ് പിടിച്ച് ചെന്ന് വാതിൽ തുറന്നു. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴതാ ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിച്ച പൂക്കളും അതിൻ്റെ മാലയും ഡ്രസ്സും എല്ലാമായിട്ട് നിൽക്കുന്ന ഭർത്താവിനെയാണ് കാണുന്നത്. അവൾ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് നോക്കി എന്ന് പറഞ്ഞു. അവളിങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ എല്ലാം മറന്ന് നിന്നുപോയി, മരവിച്ചതുപോലെ. മരിച്ചവർ സ്നേഹിക്കുന്നവരുടെ അടുത്ത് വരുമെന്ന് കേട്ടിട്ടുണ്ട്. അതാണോ ഇത് എന്ന് ഇവർ ചിന്തിക്കുകയാണ് മനസ്സിൽ. ഭർത്താവ് വയ്ക്കുക, നീ എന്താ എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നതെന്ന് ഭർത്താവ് ചോദിക്കുക. ചേട്ടൻ എവിടെയായിരുന്നു? ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. നാളെ നമ്മുടെ വിവാഹ വർഷമല്ലേ, അത് ഓർത്തിട്ട് ഞാനിത് വാങ്ങിച്ചുകൊണ്ട് ഓടി വന്നതാണ്. അപ്പോൾ ഭാര്യ പറയാണ്, പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇന്ന് വിളിച്ചിരുന്ന് ചേട്ടൻ്റെ പേഴ്സ് അവർക്ക് കിട്ടിയിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയി, എൻ്റെ പേഴ്സ് ഇന്നലെ മോഷണം പോയിരുന്നു. അപ്പോൾ സ്ത്രീ ചിന്തിക്കുകയാണ്, അപ്പോൾ മരിച്ചെന്ന് പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറഞ്ഞ ആൾ അദ്ദേഹത്തിന് പേഴ്സ് പൊട്ടിച്ചുകൊണ്ട് പോയ ആളായിരിക്കും. നീന്തിക്കുകയാണ്.
അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പിന്നെ പരസ്പരം കെട്ടിപ്പിടിയും മോടുക്കലും സന്തോഷം പങ്കിടലും ഉത്സവമായി. അതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവൻ. ഈ അല്പനേരത്തേക്ക് മാത്രമാണ്. എപ്പോഴാണ് മരണം കടന്നു വന്ന് വരുമെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ ഉള്ള സമയം സ്നേഹവും പങ്കുവെച്ച് പരസ്പരം സന്തോഷിപ്പിച്ചും കഴിയാൻ നമ്മൾ ശ്രമിക്കണം. ഒരാളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നാൽ മറ്റേയാൾ ഉടനെ പ്രതികരിക്കരുത്. ഒരു നിമിഷമെങ്കിലും നമ്മൾ ക്ഷമിച്ച് നോക്കണം. ഉദാഹരണം, ജോലി കഴിഞ്ഞ് കയറി വരുന്നതുകൊണ്ട് തന്നെ ഭർത്താവ് ദേഷിക്കുകയോ ഭാര്യ ദേഷിക്കുകയോ ആണെങ്കിൽ ഒന്ന് ചിന്തിക്കണം. ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. ആ അല്പസമയത്ത് ക്ഷമ. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം ഓഫീസിൽ, അത് വിഷമവും ടെൻഷൻ കയറി വന്നായിരിക്കും. അതുകൊണ്ട് ഭാര്യ ക്ഷമിച്ച് നിൽക്കുക. ഭാര്യയാണ് അങ്ങനെ വന്ന് വരുമ്പോൾ ദേഷിക്കുകയാണെങ്കിൽ ഭർത്താവ് ക്ഷമിച്ച് നിൽക്കുക. ആ ഒരു ക്ഷമയുണ്ടെങ്കിൽ ഏത് പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാനും സാധിക്കും. വീട്ടിൽ സ്നേഹവും സന്തോഷവും കളിയാടും.